ഫ്രണ്ട്സ് വെൽക്കം ചാനൽ വരുന്നത്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്തിരി പാവക്കച്ചാർ ഉണ്ടാക്കാൻ നോക്കാം. ഇന്ന് നമുക്ക് കുറച്ച് പാവക്ക കിട്ടിയായിരുന്നു. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ചേച്ചി തന്നതാണിത്. അപ്പം ഞാൻ ഓർത്ത് മോള് സുഖമില്ലാണ്ടിരിക്കുന്നതാണ്. അപ്പം പാവക്ക അച്ചാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പാവക്ക നമ്മൾ കഴുകി അരിയണേന് മുന്നേ കഴുകണമെന്നുള്ളത് കേട്ടിട്ടുണ്ട്. അപ്പോൾ കൈക്കൂലെന്ന് പറഞ്ഞ് കേട്ടേക്കണ്. നമുക്കിത് നന്നായിട്ട് ഉണ്ടായി നമ്മുടെ വീട്ടിലുണ്ടായതായതുകൊണ്ട് നമുക്ക് പേടിക്കണ്ട, വിഷങ്ങളോ അങ്ങനെയൊന്നുമില്ല. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പാവക്ക മേടിക്കുമ്പോൾ നല്ലതുപോലെ വെള്ളത്തിൽ കുതിർത്തിയിട്ട് ഇതിൻ്റെ ഇടയിലൊക്കെ കണ്ട ഈ പാവക്കയുടെ ഈ ഇടയിലൊക്കെ തോട്ടത്തിലൊക്കെ കൃഷി ചെയ്യണവരാണെന്നുണ്ടെങ്കിൽ കീടങ്ങളും രോഗങ്ങളും വരാണ്ടിരിക്കാനായിട്ട് മരുന്നടിക്കും. ആ മരുന്ന് ഇതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ കയറി പറ്റി പിടിച്ചിരിക്കും. അത് വെറുതെ ഇങ്ങനെ കഴിക്കാനൊന്നും പോകില്ല. അപ്പോൾ നമുക്ക് കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇട്ട് ഇങ്ങനെ കുതിർത്തിയിട്ട് ഒക്കെയാണ് കഴുകണത്. ഇതിപ്പോൾ നമുക്ക് കഴുകാണ്ട് തന്നെ നമുക്ക് പാകപ്പെടുത്തി കഴിക്കാം. ഞാൻ മുമ്പ് കൃഷി ചെയ്തിരുന്നപ്പോൾ ഇതേപോലത്തെ പച്ചപ്പാവ ഉണ്ട്, നല്ല വലുത് ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പം ഞങ്ങൾ തോട്ടത്തിൽ നിന്ന് ഇങ്ങോട്ട് പൊട്ടിച്ചുകൊണ്ട് വന്നിട്ട് അരിഞ്ഞ് അപ്പം തന്നെ നിലത്തി തിന്നും. അങ്ങനെയൊക്കെ ആയിരുന്നു. അതൊക്കെ ഒരു കാലം. അതിനിയും ചെയ്യാം, പക്ഷേ സമയം കിട്ടില്ല. നമ്മൾ കൃഷി ചെയ്യുമ്പോൾ കൊച്ചുങ്ങളെ നോക്കണ പോലെയാണ് നമ്മൾ കൃഷിയുടെ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അതായത് കീടങ്ങൾ, രോഗങ്ങൾ, ജൈവ കീടങ്ങളെ നശിപ്പിക്കാനുള്ള ജൈവ മരുന്നുകളൊക്കെയാണ് ഉണ്ടാക്കിയത്. ജൈവ മരുന്നെന്ന് പറഞ്ഞാൽ നമുക്ക് വേറൊന്നുമല്ല, വേപ്പിൻ്റെ വെളുത്തുള്ളി മിശ്രിതം, പിന്നെ മറ്റേ മോര് നല്ല പുളിപ്പിച്ചതില്ലേ, അതൊക്കെ നമുക്ക് നല്ല മണമായിരിക്കും ഉള്ളത്. അത് ഇങ്ങനെ വെള്ളം ചേർത്ത് നമ്മുടെ തോട്ടത്തിലെ ഇലകളിലൊക്കെ അങ്ങനെ അടിച്ചു കൊടുക്കണമെങ്കിൽ കീടങ്ങളൊന്നും വരില്ല, മണം കേട്ടിട്ട്. അങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ ചെയ്ത് ഇഷ്ടംപോലെ പച്ചക്കറികൾ കൃഷിഭവൻ്റെ എക്കോ ഷോപ്പിലും കൊടുത്തിട്ടുണ്ട്. ഒത്തിരി പേർക്ക് വെറുതെയും കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒത്തിരി കൃഷി നല്ലോണം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇനിയും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അത് സമയം കിട്ടണില്ല. അതുകൊണ്ടാണ് പാവക്ക ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞെടുക്കുക. അങ്ങനെ നമ്മുടെ പാവക്ക ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞ് ആവശ്യത്തിന് ഉപ്പും മഞ്ഞളും പുരട്ടി വെച്ചേക്കുന്നതാണ്. ഇത് പുരട്ടി വെച്ചിട്ട് കുറച്ച് നേരമായി. ഇനി നമുക്ക് വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, ഇനി കുറച്ച് വേപ്പിലയും കൂടി എടുക്കണം. കുറച്ച് ഉലുവയും ഒരു കുഞ്ഞി കഷ്ണം കായവും കൂടെ വറുത്തെടുക്കണേന് ഈ പാവക്കച്ചാറിലേക്ക് ഇടാനായിട്ടാണ്. നല്ലെണ്ണ ഒഴിക്കാം. നല്ലെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് അച്ചാറുണ്ടാക്കാം. ഇനി കുറച്ച് കടുകിടാം. നമുക്ക് കടുക് പൊട്ടി കഴിയുമ്പോൾ ഒരു സവാള, പച്ചമുളക്, ഇഞ്ചി, വേപ്പില ഇതെല്ലാം പച്ചമുളക്, ഇഞ്ചി, വേപ്പില, വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. പാവക്ക ഇട്ട് കൊടുത്ത് ഇതിനകത്തേക്ക് നമ്മൾ ഇളക്കണേണ്. പാവക്ക ഇട്ടിട്ട് പാവക്ക ഉണ്ടായിരുന്നു, അതിനകത്ത് 3 പുഴുവായിരുന്നു. അത് ഈ കായ്ച്ച വന്ന് കുത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ പുഴു വരും. അങ്ങനെ പുഴുവായിരുന്നു. അങ്ങനെ 3 കളഞ്ഞത് കാരണം നമുക്ക് ഇത്രയും പാവക്ക കിട്ടുള്ളൂ. ഇതിനകത്ത് ഉലുവയും കായവും കൂടെ പൊടിച്ചിടാം. ഇളക്കി പാവക്ക റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തണുത്ത് കഴിയുമ്പോൾ ആവശ്യത്തിന് വിനാഗിരി ചേർത്ത്, ഉപ്പിട്ടിട്ടുണ്ട് നമ്മൾ. തണുത്ത് കഴിയുമ്പോൾ വിനാഗിരി ചേർത്ത് നമുക്ക് കുപ്പിയിലേക്ക് മാറ്റി വെക്കാം. എല്ലാവരും ഇതേപോലെ
അച്ചാറുണ്ടാക്കാനായിട്ട് നോക്കണം. തണുത്ത് കഴിഞ്ഞ് വിനാഗിരി ഒഴിച്ചതിന് ശേഷം കുപ്പിയിലാക്കുമ്പോൾ കാണിച്ചു തരാം. ഇതിന് വിനാഗിരി ഒഴിച്ചിട്ടുണ്ട്. നമ്മുടെ പുളി ഉപ്പും നോക്കിയിട്ട് ആവശ്യത്തിന് ഇട്ടാൽ മതി. നമുക്ക് എന്തോരമാണെന്നുള്ളത് അറിയാൻ പറ്റുമല്ലോ. ഒന്ന് ഇളക്കി കൂട്ടിയിട്ട് കുറച്ച് നേരം വെക്കുക. ഇത് തണുത്തതിന് ശേഷമാണ് ഞാൻ വിനാഗിരി ഒഴിച്ചത്. ഇനി കുപ്പിയിലോട്ട് പകർത്താം.